യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് കേരളത്തിലൂടെയുള്ള സർവീസ് നടത്തുന്ന 3 ട്രെയിനുകൾക്ക് അധിക സ്റ്റോപ്പുകൾ അനുവദിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്, അമൃത് ഭാരത് എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. കൊല്ലം ജില്ലയിലെയും മലബാർ മേഖലയിലെയും യാത്രക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകും. തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് സർവീസ് നടത്തുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസിന് ചെങ്ങന്നൂരും നാഗർകോവിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസിന് ശാസ്താംകോട്ട, വടകര എന്നിവിടങ്ങളിലേക്കും തിരുവനന്തപുരത്ത് നിന്നും മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന അന്ത്യോദയ എക്സ്പ്രസിന് തലശ്ശേരിയിലുമാണ് പുതിയ സ്റ്റോപ്പ് അനുവദിച്ചത്. തിരുവനന്തപുരം നോർത്ത് മുതൽ മംഗളൂരു ജംഗ്ഷൻ വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസിന് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് തലശ്ശേരി സ്റ്റേഷനിലാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് അനുവദിക്കുന്നത്. 2026 മാർച്ച് 5 മുതൽ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന അന്ത്യോദയയ്ക്കും 2026 മാർച്ച് 6 മുതൽ മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന അന്ത്യോദയയ്ക്കും ഈ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. തിരുവനന്തപുരം നോർത്തിൽ നിന്നെടുക്കുന്ന അന്ത്യോദയ എക്സ്പ്രസ് കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് രാവിലെ 4:27 തലശ്ശേരിയിൽ ഈ ട്രെയിൻ 5:34 എത്തിച്ചേർന്ന് 5:35 പുറപ്പെടും. കണ്ണൂരിൽ എത്തിച്ചേരുക 6:05 പുറപ്പെടുന്നത് 6:10. മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം നോർത്തിലേക്കുള്ള അന്ത്യോദയ എക്സ്പ്രസ് മാർച്ച് 6 മുതൽ കണ്ണൂരിൽ രാത്രി 9:55 എത്തും. തലശ്ശേരിയിൽ 10:24 എത്തിച്ചേരും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനും അധിക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ സ്റ്റേഷനിലാണ് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. 2026 മാർച്ച് 7 മുതൽ ആരംഭിക്കുന്ന യാത്ര മുതൽ ചെങ്ങന്നൂരിൽ നിർത്തും. ചെങ്ങന്നൂരിൽ പുലർച്ചെ 2:49 എത്തിച്ചേരും. തിരിച്ച് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള യാത്രയിൽ ട്രെയിൻ ചെങ്ങന്നൂരിൽ പുലർച്ചെ 1:21 എത്തിച്ചേരും. നാഗർകോവിൽ മുതൽ മംഗളൂരു ജംഗ്ഷൻ വരെ പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസിന് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ശാസ്താംകോട്ട, വടകര എന്നീ സ്റ്റേഷനുകളിലാണ്. ഇതും പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ഇത് 2026 മാർച്ച് 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. മംഗളൂരു ജംഗ്ഷനിൽ നിന്നുള്ള ട്രെയിന് പുതിയ സ്റ്റോപ്പ് നിലവിൽ വരുന്നത് 2024 മാർച്ച് 4 മുതലായിരിക്കും. നാഗർകോവിൽ നിന്നുള്ള അമൃത് ഭാരത് ശാസ്താംകോട്ട എത്തിച്ചേരുന്നത് ഉച്ചതിരിഞ്ഞ് 14:33 പുറപ്പെടൽ 14:34. വടകര എത്തിച്ചേരുന്നത് രാത്രി 23:14 പുറപ്പെടുന്ന 23:15 മംഗളൂരു ജംഗ്ഷൻ മുതൽ നാഗർകോവിൽ വരെ പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് വടകര എത്തിച്ചേരുക 10:24 പുറപ്പെടുന്നത് 10:25. ശാസ്താംകോട്ട എത്തിച്ചേരുന്നത് 17:13 പുറപ്പെടുന്നത് 17:14 ഈ ട്രെയിൻ കൊല്ലത്ത് എത്തിച്ചേരുക 17:55 പുറപ്പെടുന്നത് 17:58. അതിനിടെ കേരളത്തിൽ നിന്ന് നേരിട്ട് രാമേശ്വരത്തേക്കുള്ള മംഗളൂരു രാമേശ്വരം പ്രതിവാര എക്സ്പ്രസിന് കേരളത്തിൽ 5 സ്റ്റോപ്പുകൾ മാത്രം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. 2024 റെയിൽവേ പ്രഖ്യാപിച്ച ബോർഡ് ഉത്തരവ് പ്രകാരമാണ് ഈ സ്റ്റോപ്പ് ഉള്ളത്. പുതിയ ഉത്തരവിൽ മലബാറിൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, തലശ്ശേരി, വടകര, തിരൂർ തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് ആവശ്യം. മംഗളൂരു രാമേശ്വരം മംഗളൂരു വണ്ടി 2024 റെയിൽവേ പ്രഖ്യാപിച്ചത്. എന്നാൽ ഓടിത്തുടങ്ങുന്നത് ഇപ്പോഴാണ്. ശനിയാഴ്ചകളിൽ മംഗളൂരുവിൽ നിന്ന് രാത്രി 7:30 പുറപ്പെടും. ഞായറാഴ്ച രാവിലെ 11:45 രാമേശ്വരത്തെത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 പുറപ്പെടും. തിങ്കളാഴ്ച രാവിലെ 5:50 മംഗളൂരുവിലെത്തും. കേരളത്തിലെ 5 സ്റ്റോപ്പുകൾക്കൊപ്പം പളനി, ഡിണ്ടിഗൽ, മധുര, രാമനാഥപുരം ഉൾപ്പെടെ 12 സ്റ്റേഷനുകളിൽ നിർത്തും. ശനിയാഴ്ച വണ്ടിയിൽ രാമേശ്വരത്തേക്ക് പോകുന്നവർക്ക് തിരിച്ചുവരാൻ സൗകര്യപ്പെടാത്ത വിധത്തിലാണ് പുതിയ വണ്ടിയുടെ സമയക്രമം. ഞായറാഴ്ച രാവിലെ 11:45 വണ്ടി രാമേശ്വരത്തെത്തുക. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ തിരിച്ച് പുറപ്പെടും. പളനി, മധുര ഉൾപ്പെടെ പോകുന്നവർക്ക് ഗുണമാണ്. രാമനാഥപുരത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഏർവാടി ദർഗയിലേക്കും ഈ വണ്ടിയിൽ പോകാം. ചൊവ്വാഴ്ചകളിൽ സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ രാമേശ്വരം എക്സ്പ്രസ് ആണ് രാമേശ്വരത്ത് പോകാൻ മലബാറുകാർ ആശ്രയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.